ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ സഭയുടെ ആഘോഷപൂർവകമായ കുർബാനയിലും സാധാരണ കുർബാനയിലും എല്ലാവരും പാലിക്കേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. 16 നിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 17ാമത്തെ നിർദ്ദേശം നിങ്ങളുടെ കുർബാന തക്സ പുസ്തകത്തിനകത്ത് കാണും. അത് പ്രണാമജപങ്ങൾ, അതായത് ഗിഹാന്തകൾ താഴ്ന്ന സ്വരത്തിൽ അതേസമയം സമൂഹത്തിന് വ്യക്തമായി കേൾക്കത്തക്ക വിധത്തിലാണ് വൈദികൻ ചൊല്ലേണ്ടത്. പ്രണാമജപം അല്ലെ ഒരല്പം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതാണ്. ഈ ഗിഹാന്തകൾ താഴ്ന്ന സ്വരത്തിൽ ഒരല്പം കുനിഞ്ഞു നിന്ന് താഴ്ന്ന സ്വരത്തിൽ അതേസമയം സമൂഹത്തിന് വ്യക്തമായി കേൾക്കത്തക്ക വിധത്തിൽ വേണം ചൊല്ലാൻ. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന കാനോന ഉയർന്ന സ്വരത്തിൽ ചൊല്ലണം. ഞാൻ ഇന്നലെ പറഞ്ഞൊന്ന് ആവർത്തിക്കുകയാണ്. ഗിഹാന്ത സൈക്കിള് 4 ഗിഹാന്ത വൃത്തങ്ങളുണ്ട് നമ്മുടെ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാനയിലും പിന്നെ തൈതോറിൻ്റെ കുർബാനയിലും നെസ്റ്റോറിസിൻ്റെ കുർബാനയിൽ 5 ഗിഹാന്തകളുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഗിഹാന്ത സൈക്കിൾസ്, പ്രണാമ ജപ വൃത്തം അല്ലെങ്കിൽ പ്രണാമ ജപമാല, ഗിഹാന്ത സൈക്കിൾ എന്നൊക്കെയാണ് പറയുക. 4 പ്രാർത്ഥനകൾ ചേരുമ്പോഴാണ് ഒരു വൃത്തമാകുന്നത്. ഒന്ന് കൂശാപ്പ എന്ന് വെച്ചാൽ അച്ഛൻ രഹസ്യമായി ചൊല്ലുന്ന പ്രാർത്ഥന, തനിക്ക് വേണ്ടി തന്നെ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു ചൊല്ലുന്ന പ്രാർത്ഥന. പിന്നെ സഹായ അഭ്യർത്ഥന പ്രാർത്ഥന, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന പ്രാർത്ഥന. പിന്നെ ഈ ഒരല്പം കുനിഞ്ഞു നിന്ന് താഴ്ന്ന സ്വരത്തിൽ എന്നാൽ കേൾക്കാവുന്ന തരത്തിൽ പാടുന്ന പ്രണാമജപം. പിന്നെ ഉയർന്ന സ്വരത്തിൽ വരുന്ന കാനോന. അങ്ങനെ 4 പ്രാർത്ഥനകളുടെ 4 വൃത്തങ്ങൾ, അതാണ് ഗിഹാന്ത സൈക്കിള്. അതാണ് ഒരു അനാഫറ എന്ന് പറയുന്നത്. ഈ ബലിപീഠത്തിലേക്ക് അച്ഛൻ ബേമയിൽ നിന്നും ബലിപീഠത്തിലേക്ക് കയറിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. റൂഹാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കാനോന അതോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്. ഈ പ്രണാമജപങ്ങൾ, അതായത് ഒരല്പം കുനിഞ്ഞ് താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ അതേസമയം സമൂഹത്തിന് വ്യക്തമായി കേൾക്കാനും കഴിയണം. അതിൻ്റെ ആ പ്രാർത്ഥനകളുടെ ബേസിക്കായിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് കൃതജ്ഞതാ സ്തോത്രം തന്നെയാണ്. അതിനാൽ അതിനെ സ്തോത്രയാഗ പ്രാർത്ഥന എന്നും പറയാറുണ്ട്, കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നും അതിനെ പറയാറുണ്ട്. 18ാമത്തെ നിർദ്ദേശം, വലത്ത് കൈ നീട്ടി കമിഴ്ത്തി പിടിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥന അഥവാ ഹുത്താമ ചൊല്ലാവുന്നതാണ്. വലത്ത് കൈ നീട്ടി കമിഴ്ത്തി പിടിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹുത്താമ ചൊല്ലാവുന്നതാണ്. എന്നാൽ ജനങ്ങളുടെ മേൽ കുരിശടയാളം വരച്ചുകൊണ്ടാണ് സമാപനാശീർവാദം നൽകേണ്ടത്. ഇങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചൊല്ലാം, പക്ഷേ ആശീർവാദം നൽകുമ്പോൾ കുരിശ് വരച്ചുകൊണ്ട് തന്നെ ആശീർവാദം കൊടുക്കേണ്ടതാണ്. 19ാമത്തെ നിർദ്ദേശം, കുർബാനയുടെ സമയത്ത് ജനങ്ങൾ നിൽക്കുകയും ഇരിക്കുകയും മുട്ടുകുത്തിയും ചെയ്യുന്നത് താഴെ പറയും പ്രകാരമാണ്. കുർബാനയുടെ സമയത്ത് ജനങ്ങൾ നിൽക്കുന്നതെപ്പോൾ, ഇരിക്കുന്നതെപ്പോൾ, മുട്ടുകുത്തുന്നതെപ്പോൾ. വാസ്തവത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഏകീകൃത രൂപം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പള്ളിയിൽ കുർബാനയിൽ പോയിട്ട് മറ്റൊരു പള്ളിയിൽ ചെല്ലുമ്പോൾ ഇരിക്കുന്നത് എപ്പോഴാണ്, എഴുന്നേൽക്കുന്ന എപ്പോഴാണ്, മുട്ടുകുത്തുന്ന എപ്പോഴാണ്, ഓരോ അച്ഛന്മാരും തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. നിൽക്കുന്നത് എപ്പോൾ, കുർബാനയുടെ ആരംഭം മുതൽ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിൻ്റെ ആരംഭം വരെ നിൽക്കുന്നു. സുവിശേഷ വായനയുടെ സമയത്ത് നിൽക്കുന്നു, കാറോസൂസയുടെ സമയത്ത് നിൽക്കുന്നു, വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് നിൽക്കുന്നു, കൂദാശ ക്രമത്തിൻ്റെ സമയത്ത് മുഴുവൻ, അനാഫറുടെ സമയത്ത് മുഴുവൻ, അതായത് വൈദികൻ ബേമയിൽ നിന്നും ബലിപീഠത്തിലേക്ക് പ്രവേശിച്ച് റൂഹാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കാനോന കഴിയുന്നത് വരെ മുഴുവൻ സമയത്തും നിൽക്കുകയാണ്. കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ മുതൽ കുർബാനയുടെ സമാപനം വരെ നിൽക്കുന്നു. ഇരിക്കുന്നത് റാസയിൽ വ്യാഖ്യാന ഗീതങ്ങളുടെ സമയത്ത്, തുർഗാമ എന്ന് പറയുന്ന വ്യാഖ്യാന ഗീതങ്ങളുണ്ട്, ആ സമയത്ത് ഇരിക്കാം. പഴയ നിയമ വായന, ലേഖന വായന ഇവിടെ സമയത്ത് ഇരിക്കാം. വചന സന്ദേശം, പ്രസംഗം ഇല്ലേ, ആ സമയത്ത് ഇരിക്കാം. യൂറോപ്പിൽ പലപ്പോഴും ഇരിക്കാൻ സ്ഥലം കിട്ടാറില്ല, നിന്നുകൊണ്ടാണ് പ്രസംഗം കേൾക്കണേ. ഈ പള്ളിയിൽ ഇരിക്കാനായിട്ട് ബെഞ്ചുകൾ ഒക്കെ ഉണ്ട്. പിന്നെ നിലത്ത് ഇരിക്കുക എളുപ്പമല്ല, കാരണം മിക്കപ്പോഴും തണുപ്പാണ്. അപ്പോൾ നിന്നുകൊണ്ട് തന്നെ, പള്ളി നിറയെ ആളുകളുണ്ടെങ്കിൽ കുറേ പേർക്ക് ഇരിക്കാം, കുറേ പേര് നിലത്തിരിക്കാൻ പ്രയാസമാണ്, തണുപ്പാണ്. അപ്പോൾ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വചന സന്ദേശ സമയത്ത് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് അത്ര തണുപ്പൊന്നുമില്ല, അപ്പോൾ ഇരിക്കാവുന്നതാണ്. പ്രസംഗത്തിൻ്റെ സമയത്ത് ഇരിക്കാം. കാറോസൂസയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ഒഴികെ അനാഫറയുടെ തുടക്കം വരെ വേണമെങ്കിൽ ഇരിക്കാം, അത് ഐച്ഛികമാണ്. കാറോസൂസയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ഒഴികെ അനാഫറയുടെ തുടക്കം വരെ, അതായത് ബേമേല ശുശ്രൂഷ കഴിഞ്ഞ് ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ, അതോട്ടാണ് അനാഫറ തുടങ്ങുന്നത്. അതുവരെ ഐച്ഛികമാണത്, വേണമെങ്കിൽ ഇരിക്കാമെന്നാണ്. മുട്ടുകുത്തുന്നത് എപ്പോൾ, ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നത് മുതൽ
ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ എന്നത് വരെയാണ് മുട്ടുകുത്തുന്നത് പാപങ്ങൾ ഏറ്റുപറയുന്നതിൻ്റെ ഒരു രീതിയാണ്. സീറോ മലബാർ സഭയിൽ കുർബാന സ്വീകരണത്തിന് മുമ്പ് 2 കുമ്പസാരങ്ങളുണ്ട്. ലഘുപാപങ്ങൾ പരിഹരിക്കപ്പെടാൻ അതിന് പാപമോചനം കിട്ടാൻ സഹായിക്കുന്ന തരത്തിലാണ് ഈ 2 കുമ്പസാരങ്ങൾ. ഈ തിരുശരീരം ഇങ്ങനെ ഉയർത്തുന്നതിന് മുൻപും പിമ്പുമാണ് വാസ്തവത്തിൽ ആ കുമ്പസാരം വെച്ചിരിക്കുന്നത്. ആ കുമ്പസാരത്തിൻ്റെ സമയത്താണ് മുട്ടുകുത്താനുള്ള അനുവാദമുള്ളത്. എന്തുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കുർബാന അർപ്പിക്കുന്നത്? അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല നമ്മൾ ആചരിക്കുന്നത്. അന്ത്യത്താഴത്തിൽ വെച്ചാണ് കർത്താവ് കൽപ്പന നൽകിയത്. പക്ഷെ അതല്ല ആചരിക്കുന്നത്, മറിച്ച് ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഉത്ഥിതൻ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജീവൻ്റെ അടയാളമായി എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയായിരുന്നെങ്കിൽ നമ്മൾക്ക് കിടന്നാണ് ചെയ്യേണ്ടി വരിക. അന്ത്യത്താഴത്തിൽ അവരിങ്ങനെ കിടന്നാണ്, ഞാനതൊക്കെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, കിടന്നാണ് അന്ത്യത്താഴം കഴിച്ചത്. അപ്പോൾ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല നമ്മൾ ആചരിക്കുന്നത്, ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഈ നിൽപ്പിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന തരത്തിൽ എല്ലാവരും ചെയ്താൽ അപ്പോഴാണ് കുർബാനയ്ക്ക് ഒരു ഏകീകൃത രൂപം തന്നെ ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും വേണം. ഇത് വളരെ പ്രകടമായിട്ട് സംഭവിക്കാവുന്നൊരു സംഗതിയാണ് ഇതിൽ വീഴ്ച വന്നാൽ. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ സഭയുടെ കുർബാന സഭ കൽപ്പിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാനുള്ള എളിമ വൈദികരും ജനങ്ങളും കാണിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയുക. ഈ താഴ്ന്ന നിലത്തേക്ക് ജലമൊഴുകൂ എന്ന് പറഞ്ഞതുപോലെ, താഴ്ന്ന നിലത്തേക്ക് വെള്ളമൊഴുകൂ എന്ന് പറഞ്ഞതുപോലെ എളിമയുള്ള ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരം വരൂ. അങ്ങനെ നമ്മിലേക്ക് വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.